ഞങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ കവിയരങ്ങും എന്നെയും കൂടെ ആയിരിക്കും മിക്കവാറും വിനീത് സാറിനെയും പിന്നീട് ആയിരിക്കും. വിനീത് സാറിന് എനിക്ക് അവസാനത്തിൽ ഞാൻ അദ്ദേഹത്തിന് മരണമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഞാനും എൻ്റെ മോൾ ഗൗരിയും ഞങ്ങൾ വയനാട്ടിലേക്ക് യാത്ര ഒരു 10 ദിവസത്തെ യാത്രയ്ക്ക് വയനാട്ടിലേക്ക് ഞാൻ രാഖി മോളോട് പോകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ രാഖി എവിടെയോ പോയിട്ട് അവൾ ഉച്ച കഴിഞ്ഞേ വരത്തുള്ളൂ, എന്നിട്ടാണ് യാത്ര വരെ. അപ്പം പിന്നെ ഞാൻ ഗൗരിയോട് പറഞ്ഞു, ഗൗരിക്ക് അന്ന് എനിക്ക് തോന്നുന്നു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, 2ാം ക്ലാസ്സിലാണ്. ഗൗരി ഞാൻ സ്കൂട്ടറിൽ കയറ്റിയിട്ട് വിനീത സാറിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. രാവിലെ വിനീത സാറിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹം താമസ സ്ഥലത്തേക്ക് ഞാൻ വന്നു. താമസ സ്ഥലത്തേക്ക് വന്നു, മറ്റേ ഞങ്ങളെപ്പോഴും പല സ്ഥലങ്ങളിൽ വെച്ച് കാണാറുള്ളൂ. അവിടെ ചെന്നപ്പോൾ പൂട്ടിയേക്കുവാണ്, അകത്തുനിന്ന് പൂട്ടിയേക്കുവാണ്. അപ്പോൾ ഞങ്ങൾ വട്ടം കറങ്ങിയൊക്കെ വിളിച്ചു. അപ്പോൾ ഗൗരി ഒന്ന് കാണിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ വെറുതെ ഗൗരി ഒന്ന് കാണിച്ചിട്ട് പോകാം, രാവിലെ എനിക്ക് തോന്നിയതാണ്. അപ്പം അവിടെ ചെല്ലുന്നു, കാണുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ തിരിച്ച് നിരാശരായി ഞങ്ങൾ വയനാട്ടിലേക്ക് പോകണം. ഞങ്ങൾ വയനാട്ടിലെ പാപനാശിനി മറ്റേ വലിയ മലയില്ലേ, അവിടെ നിൽക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്, വിനീത സാർ മരിച്ചു. അപ്പോൾ ഞങ്ങൾ അപ്പോഴേ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. യാത്ര തിരിച്ച് കല്ലടയിൽ വരുന്നു, കല്ലടയിൽ അടക്കുന്നു. അതിനെ യാത്രയാക്കി എന്നല്ല, അവസാനത്തെ അതിൻ്റെ മരണത്തിൻ്റെ ഒരു വിഷയം അതാണ്. ഞാൻ ആ ഗൗരിയെ നിങ്ങളുടെ പൂർണ്ണമാണ് കാണാൻ പറ്റാതിരിക്കുകയും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 വരി കവിത ചൊല്ലിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്രയാക്കി വരുന്നത്. എന്നുണ്ണി പൊന്നുണ്ണി പോയി വരട്ടെ, പോകേണ്ടത് എങ്ങോട്ടെന്നറിയില്ലല്ലോ, പോകാതിരിക്കുവാൻ കഴിയില്ലല്ലോ. എന്നുണ്ണി പൊന്നുണ്ണി പോയി വരട്ടെ, പോകേണ്ടത് എങ്ങോട്ടെന്നറിയില്ലല്ലോ, പോകാതിരിക്കുവാൻ കഴിയില്ലല്ലോ. എന്നുണ്ണി പൊന്നുണ്ണി പോയി വരട്ടെ, എന്നുണ്ണി പൊന്നുണ്ണി പോയി വരട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയിലിട്ടാണ് ഞാനന്ന് യാത്ര ചെയ്യുന്നത്. എന്നെ ദുബൈയിലേക്ക് ആദ്യം വിടുന്നത് വിനീത സാറാണ്. വിനീത സാറ് നിരന്തരം അവിടെ അവരുടെ സുഹൃത്തുക്കളെ കവിയരങ്ങിനൊക്കെ വിളിക്കും. ഞാൻ ഗൾഫിലേക്ക് ആദ്യമായിട്ട് പോകുന്നത് അങ്ങനെയാണ്. ഒരു ദിവസം എനിക്ക് ഫോൺ വരുന്നത്, ഇവിടെ ജയനെ നീ ദുബൈയിൽ നിന്ന് പോകണം, എനിക്ക് അങ്ങനെ വിമാനത്തിൽ നിന്ന് കഴിഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റും, അവിടെ ചെന്നാൽ ഭയങ്കര ചൂടും വെയിലും ഒക്കെ ആണെങ്കിൽ വലിയ പാടാണ്, നീ ഒന്ന് പോകണം, അവിടെ പോയിട്ട് വരണമെന്നുമായിട്ട് ആദ്യമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ദുബൈയിലേക്ക്. പിന്നീട് ഞാൻ നിരന്തരം പിന്നെ ഗൾഫിലേക്കുള്ള യാത്രയായി. ആദ്യമായിട്ട് അദ്ദേഹമാണ് എന്നെ ദുബൈയിൽ വരുന്നത്. അപ്പോൾ എനിക്ക് പോകാനൊന്നും വയ്യാതെ, എനിക്ക് അവിടെ ചൂടും കാലാവസ്ഥയൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, നീ പോകും, എനിക്ക് വിശ്വസിച്ച് വിടാൻ പറ്റുന്ന നിന്നെയാണ് എന്ന് പറഞ്ഞിട്ട്, നിന്നെ ഞങ്ങളല്ല ജയനെ ആണ് എന്ന് പറഞ്ഞിട്ട് പല പാട്ടുകളും അദ്ദേഹം കുന്നും മേലെ പെരവൈ എൻ്റെ അപ്പാ ഏരേരി എൻ്റെ അപ്പാ രാരിരണ്ടാരോ എൻ്റെ അപ്പാ കുന്നിന്മേലെ പെരവൈ എൻ്റെ അപ്പാ ഏരേരി എൻ്റെ അപ്പാ രാരിരണ്ടാരോ എൻ്റെ അപ്പാ വരുന്നവരെയും കാണാം പോണവരെയും കാണാം ഏരേരി എൻ്റെ അപ്പാ രാരിരണ്ടാരോ എൻ്റെ അപ്പാ വെറ്റേ നിന്നാം കൊട്ടേ നെയ്യാം ഏരേരി എൻ്റെ അപ്പാ രാരിരണ്ടാരോ എൻ്റെ അപ്പാ ഏരേരി എൻ്റെ അപ്പാ രാരിരണ്ടാരോ എൻ്റെ അപ്പാ കുന്നിന്മേലെ പെരവൈ എൻ്റെ അപ്പാ ഏരേരി എൻ്റെ അപ്പാ രാരിരണ്ടാരോ എൻ്റെ അപ്പാ വലിയ മനുഷ്യരെ പിടിച്ചു വിടപ്പാ ഏരേരി എൻ്റെ അപ്പാ ചെറിയ മനുഷ്യരെ പിടിച്ചിരുത്തപ്പാ ഏരേരി എൻ്റെ അപ്പാ രാരിരണ്ടാരോ എൻ്റെ അപ്പാ ഏരേരി എൻ്റെ അപ്പാ രാരിരണ്ടാരോ എൻ്റെ അപ്പാ. വിനീത് സാറിൻ്റെ ഒരു സ്ഥിരം നാടൻ പാട്ടാണത്. അപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കവിതകളൊക്കെ ഞാൻ ചൊല്ലാറുണ്ടായിരുന്നു പലപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അത് യാത്രകൾ പോകുന്ന വഴിക്കുള്ള അലമ്പുകളും ഒക്കെ മൂശേട്ടകൾ ഒരുപാട് അനുഭവം.